നമസ്കാരം, ഞാൻ ഹൈറേഞ്ച് ഹണിയിലാണ്. രാജേട്ടാ, ഇവിടെ ഇപ്പൊ എന്താ പ്രവർത്തനം നടക്കുന്നത്? അതായത് ഇപ്പൊ നമ്മള് കാട്ടുതേൻ എന്ന് പറയും. അതായത് നമ്മൾ ആദിവാസികൾക്ക് പരിശീലനം കൊടുക്കാറുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ മേജർ ഹണി മിഷൻ ഭാഗമായിട്ട് 6000 തേനീച്ച കൂടി ഞാൻ വിതരണം ചെയ്തായിരുന്നു 2017 കാലത്ത്. അപ്പൊ ആദിവാസികൾ കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന തേനെന്ന് പറഞ്ഞാല് അവരത് പിഴിഞ്ഞ് പൂമ്പൊടിയോടുകൂടി കൊണ്ടുവരും. ജലാംശമൊക്കെ ഒത്തിരി കാണും ഇതിനകത്ത്. അപ്പൊ അതെല്ലാം നീക്കം ചെയ്യുന്ന പ്യൂരിഫൈ സെന്ററിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഓ ശരി. അപ്പൊ ഇത് പ്യൂരിഫൈ ചെയ്ത് വളരെ വൃത്തിയായിട്ട് എന്ന് പറഞ്ഞാൽ പ്യുവർ ഹണി എന്ന് ആൾക്കാർ ആവശ്യപ്പെടുമല്ലോ, ആ പ്യുവർ ഹണി കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന മാർഗ്ഗം ഇതില്ല. ഇത് ശരിക്കും ഫോറസ്റ്റ് ഹണിയാണ്. വനമേഖലയിൽ താമസിക്കുന്ന ആദിവാസികളിൽ നിന്ന് ശേഖരിക്കുന്ന. ഇതിപ്പോ നമ്മൾ മൂന്നാറേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. മൂന്നാറ് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്ര ഷോപ്പുകളിലൊക്കെ ഇത് വേണം. അവര് പ്രത്യേകിച്ച് ചോദിക്കും. അതേ ശരി. അവരിത് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും കൊറിയനായിട്ട് വീണ്ടും മേടിക്കും. അപ്പൊ നമ്മള് കർഷകര് നല്ലൊരു കർഷകൻ ഉണ്ടായാൽ മറ്റു കർഷകരെ ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിക്കണം. അപ്പൊ അവരെ കൊണ്ട് എടുപ്പിച്ച് ശുദ്ധീകരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം നമുക്ക് വേണം. ആ സംവിധാനമാണ് ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ നമ്മളെ സഹായിച്ചതാണല്ലോ. അതായത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഹണി പ്യൂരിഫൈ അല്ല,